أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അവൻ സത്യവിശ്വാസികൾക്ക് വേണ്ടി നൽകുന്ന ചില സന്ദർഭങ്ങളും സമയവുമുണ്ട്. ആ സമയത്തെയും സന്ദർഭത്തെയും യഥാവിധി ഉപയോഗപ്പെടുത്തുകയും പടച്ചതമ്പുരാന്റെ വഴിയിലേക്ക്, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്, അതുവഴി ശാശ്വതമായ പരലോക വിജയത്തിലേക്ക് കുതിച്ചു ഓടാൻ സത്യവിശ്വാസികൾ തയ്യാറാവണം. അത്തരത്തിലുള്ള ഒരു മാസത്തിൻ്റെ അന്ത്യത്തിലാണ് നമ്മളുള്ളത്. റമളാൻ നമ്മിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവശേഷിക്കുന്ന ദിവസങ്ങളെ യഥാവിധി സൂക്ഷ്മതയോടുകൂടി, ഒന്നുകൂടി ജാഗ്രതയോടുകൂടി ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹീതമായ മാസത്തെ യാത്രയാക്കണം. അത്തരത്തിൽ യാത്രയാക്കുന്ന സത്യവിശ്വാസികളെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ പറഞ്ഞു, റമളാൻ നമ്മിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങുകയാണ്. അസ്സലാമു അലൈക യാ ഷഹ്റ റമളാൻ എന്ന് പറഞ്ഞ് റമളാനിനെ യാത്ര അയക്കുന്ന വേദനയിലും പ്രയാസത്തിലുമാണ് മുസ്ലിം ലോകം ഇപ്പോഴുള്ളത്. വല്ലാത്ത ഒരു ആനന്ദമായിരുന്നു നമുക്ക് കഴിഞ്ഞ 126 ദിവസം. വല്ലാത്ത ഒരു ഹൃദയ അനുഭൂതിയായിരുന്നു. പള്ളികളിൽ ചെലവഴിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോൾ, നോമ്പുകാരനായി പകലുകളിൽ റബ്ബിന് വേണ്ടി വിശപ്പ് സഹിക്കുമ്പോൾ, ദാഹം സഹിക്കുമ്പോൾ ഒക്കെ വലിയൊരു ആത്മനിർവൃതി നമുക്കുണ്ടായിരുന്നു. ഇത് തന്നെയാണ് നോമ്പിൽ നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ സംഗതി. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ അനുഷ്ഠിച്ചതിനും നമ്മൾ ഈ പ്രവർത്തിച്ചതിനും നമ്മുടെ അമലുസ്വാലിഹാത്തുകൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല അവൻ നൽകുമെന്ന് പറഞ്ഞ പ്രതിഫലം നമുക്ക് ലഭിക്കും. അങ്ങനെ ലഭിക്കുമാറാകട്ടെ. അത് കൃത്യമായി ലഭിക്കുന്ന സത്യവിശ്വാസികളെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാൻ നമ്മിൽ നിന്നാണോ വിട പറയുന്നത്? അല്ല, റമളാനോട് നമ്മൾ വിട പറയുകയാണോ? നമുക്കറിയില്ല. ഞാൻ തുടക്കത്തിൽ റമളാനിൻ്റെ ആദ്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, വീണ്ടും ഒരു റമളാൻ സമാഗതമാകുമ്പോൾ നമ്മിൽ ആരൊക്കെ അതിനെ സ്വീകരിക്കാനും നോമ്പെടുക്കാനും തറാവീഹ് നമസ്കരിക്കാനും തഹജ്ജുദ് നമസ്കരിക്കാനും ഒക്കെ ഭൂമിയിൽ ഉണ്ടാകും എന്ന് നമുക്കാർക്കും അറിയാത്തത് കൊണ്ട് നമ്മൾ എന്നേക്കുമായി റമളാനിനോട് വിട പറയുകയാണോ എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. അള്ളാഹു ഇനിയും ഒരുപാട് റമളാനുകളിൽ ആഫിയത്തോടു കൂടി ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഒരുപാട് മുന്നോട്ട് പോയ ഒരു മാസമാണിത്. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നതിൽ, ഇബാദത്തുകളിൽ ജാഗ്രത പുലർത്തുന്നതിൽ, മറ്റു മനുഷ്യരുമായുള്ള ഇടപെടലുകളിൽ, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ഒക്കെ നമ്മൾ നന്നായിട്ട് മുന്നോട്ട് പോയ ഒരു മാസം. പക്ഷെ സാധാരണ കണ്ടുവരാറുള്ള ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ, റമളാനിന്റെ ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞ് ശവ്വാലിലേക്ക് കയറിയാൽ ഇതൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇട്ടതുപോലെ നിർത്തുന്ന ഒരു പ്രവണത മുസ്ലിം സമൂഹത്തിനുണ്ട്. ഇനി അടുത്ത റമളാൻ വരട്ടെ, ഞങ്ങൾ റെഡിയാണ്. പള്ളികളിലേക്ക് അടുക്കാനും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വരാനും
അള്ളാഹുവിനെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടാനുമൊക്കെ ഞങ്ങൾക്ക് പ്രത്യേകമായൊരു മാസം റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ മാസത്തെ അങ്ങ് ഉപയോഗപ്പെടുത്തി ചുളിവിൽ സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നവരാണ് എന്ന് തോന്നിപ്പിക്കുമാറുള്ള പ്രവർത്തനങ്ങളാണ് റമദാൻ കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ആളുകളിൽ പലപ്പോഴും കണ്ടുവരാറുണ്ട്. റമദാനിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു വെച്ച ഒരു സംഗതിയുണ്ട്. റമദാൻ ഒരു ട്രെയിനിങ് കോഴ്സായിരുന്നു. 29-30 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ്. എന്തിനാ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്? ട്രെയിനിങ് അത് കഴിഞ്ഞുള്ള പ്രയോഗവൽക്കരണത്തിന്റെ മാസങ്ങളിൽ ഉപകാരപ്പെടാനാണ്. ഇനി വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ അധ്യാപകർക്ക് സർക്കാർ തലത്തിലും അല്ലാത്ത തലങ്ങളിലുമൊക്കെ ട്രെയിനിങ് കൊടുക്കും. അതെന്തിനാന്ന് ചോദിച്ചാൽ ജൂണിൽ തുടങ്ങി അടുത്ത മാർച്ചിൽ അവസാനിക്കുന്ന ഒരു അധ്യയന വർഷത്തിൽ തൻ്റെ കയ്യിൽ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ രീതിയിൽ വിദ്യാഭ്യാസ പ്രക്രിയയെ ഫലപ്രദമായി അവന് പഠിപ്പിച്ചു കൊടുക്കാം, അവനിൽ സ്വാധീനം ചെലുത്താം എന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ് ആണ്. ഏതെങ്കിലും ഒരു ടീച്ചർ പറയാണ് ഞാൻ ട്രെയിനിങ് ഒക്കെ പൂർത്തിയാക്കി, എൻ്റെ പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ഏത് ഗണത്തിലാണ് പെടുത്തുക? റമദാനും യഥാർത്ഥത്തിൽ നമുക്ക് അല്ലാഹു തന്ന ഒരു ട്രെയിനിങ് ആയിരുന്നു. ആത്മീയമായും ശാരീരികമായും ശുദ്ധീകരിക്കാനും നമ്മുടെ കറകളെ മുഴുവൻ കരിച്ചു കളയാനും. റമദാൻ എന്ന പദത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, കരിച്ചു കളയുന്ന മാസം. അതൊക്കെ കരിച്ചു കളഞ്ഞ് പരിശുദ്ധിയോടുകൂടി വന്നു നിൽക്കുന്ന റയ്യാനിന്റെ ഉമ്മറപ്പടിയിലും മുന്നിൽ റയ്യാൻ എന്ന് പറയുന്ന സ്വർഗീയമായ കവാടത്തിന്റെ മുന്നിൽ വന്നു നിൽക്കുന്ന സത്യവിശ്വാസികൾ അവിടുന്ന് തിരിഞ്ഞു നടക്കുന്നത് അപഹാസ്യമാണ്, വല്ലാത്ത വേദന ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ശവ്വാലിൽ ആരംഭിക്കേണ്ടതാണ്, അവസാനിക്കേണ്ടതല്ല നമ്മൾ ഈ മാസത്തിൽ ഉണ്ടാക്കിയ നന്മകളൊക്കെ എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. നമ്മൾ പരലോക യാത്രക്കുള്ള ഒരുക്കം പൂർത്തീകരിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഒരു മാസക്കാലം നമ്മൾ നമ്മളെ തന്നെ പ്യൂരിഫൈ ചെയ്തെടുത്ത് നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് ഇന്ന് മരണം പിടികൂടിയാലും നമ്മൾ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് പോകാനും റബ്ബിനെ കണ്ടുമുട്ടാനും തയ്യാറായി നിൽക്കുകയാണ്. നമുക്കറിയാം നമ്മൾ ഈ ചെയ്ത അമലുകളൊക്കെ അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന്, അവന്റെ കാഴ്ചയിൽ നിന്ന്, അവന്റെ ശ്രദ്ധയിൽ നിന്ന് ഞാൻ എന്തൊക്കെ ചെയ്തോ അതിലൊന്നും ഇല്ലാതായി മാറുന്നില്ല. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ നുവസ്വിസു ബിഹി നഫ്സുഹു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വനഅലമു മാ നുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ ആത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ അറിയുന്നു. വനഹനു അഖ്റബു മിൻ ഹബിലിൽ വരീദ്, വനഹനു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. ഞാൻ അവന്റെ കണ്ടനാടിയേക്കാൾ, ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ കണ്ടനാടിയേക്കാൾ അവനോട് അടുത്ത് നിൽക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ബോധ്യത്തോടു കൂടി തന്നെയാണ് റമദാനിൽ നമ്മൾ അമലു സ്വാലിഹാത്തുകൾ ചെയ്തത്. ആരുടെയെങ്കിലും പ്രതിഫലമോ നല്ല വാക്കുകളോ പ്രതീക്ഷിച്ചുകൊണ്ടല്ല. എല്ലാവരും പ്രതീക്ഷിച്ചത് റബ്ബിന്റെ പ്രീതിയാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നമുക്കറിയാമായിരുന്നു നമ്മുടെ ഇടത്തും വലത്തും മലായിക്കത്തുകൾ കാവലുണ്ട്. അവരറിയാതെ ഒരു ചെറിയ ഒരു അനക്കം പോലും നമുക്ക് സാധ്യമല്ല. നമ്മുടെ ജീവിതം മുഴുവൻ അവരുടെ കൃത്യമായ കേൾവിപ്പുറത്തും കാഴ്ചപ്പുറത്തുമാണ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബിന്റെയും അതീദിന്റെയും കൃത്യമായ രേഖപ്പെടുത്തലുകൾക്ക് വിധേയമാകാതെ മാ യൽഫിദു മിൻ ഖൗലിൻ, ഞാൻ ഒരു വാചകവും ഉരുവിടുന്നില്ല, ഒരു വാക്കും പറയുന്നില്ല, എന്റെ ഒരു ചിന്തയുമില്ല, ഒരു പ്രവർത്തനവുമില്ല. രേഖപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ച മലായിക്കത്തുകൾ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടല്ലാതെ. ഈ ബോധത്തോടു കൂടിയാണ് നമ്മൾ റമദാനിന്റെ രാപ്പകലുകളിൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ മറ്റാരും കാണാതെ തന്നെ ഇബാദത്തുകളിൽ ഏർപ്പെടുകയും മുന്നോട്ട് പോവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ റമദാനിൽ നമ്മൾ ചിലതൊക്കെ പഠിച്ചു. നടക്കില്ല എന്ന് തോന്നിയ കുറെ കാര്യങ്ങൾ നമ്മൾ റമദാനിൽ പഠിച്ചു. നിങ്ങൾ നോക്ക്, വിശപ്പ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിരുന്ന ഒരു സംഗതിയാണ്. പക്ഷേ റമദാനിൽ നമുക്ക് ആ വിശപ്പ് എവിടെ പോയി? പകല് വിശപ്പ് നമ്മെ അലട്ടുന്നില്ല, നമ്മൾ അറിയുന്നില്ല. വെള്ളം കുടിക്കണമെന്നോ ഭക്ഷണം കഴിക്കണമെന്നോ കഴിഞ്ഞ 26 ദിവസമായി നമ്മൾ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരവസ്ഥ നമുക്ക് വരുന്നില്ല. അതുപോലെ തന്നെ ഉറക്കമൊഴിവാക്കാൻ നമ്മൾ ശീലിച്ചു. അതിനു മുമ്പ് സുബൈക്ക് പോലും എഴുന്നേൽക്കാൻ മടിയുള്ള ആളുകൾ സുബൈക്ക് മുമ്പേ എഴുന്നേറ്റ് അവര് ഭക്ഷണം കഴിച്ച് അത്താഴം കഴിച്ച് അതിനുശേഷം പള്ളിയിലേക്ക് പോയി സുബൈക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നിർവഹിച്ച് ഇമാമോട് കൂടി സുബൈ നമസ്കരിക്കുന്ന ശീലം അവർക്കുണ്ടാക്കിയെടുത്തു. തഹജ്ജുദ് നമസ്കാരം നമ്മൾ ഈ റമദാനിന്റെ മാസങ്ങളിൽ നിത്യമായി ചെയ്തു. അതുപോലെ തന്നെ റവാത്തിബ് സുന്നത്തുകൾ, ഓരോ ഫർദ് നമസ്കാരത്തിന്റെയും മുന്നിലും പിന്നിലുമുള്ള റവാത്തിബ് സുന്നത്തുകളിൽ കണിശത പുലർത്തി.
5 നേരത്തെ നമസ്കാരം നിർബന്ധമായും ജമാഅത്തായിട്ട് നമസ്കരിക്കണമെന്ന വാശിയോടുകൂടി തന്നെ നമ്മുടെ മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് നമ്മൾ പള്ളിയിലേക്കെത്തി ഇമാമിന്റെ പിന്നിൽ നിന്ന് അണിനിരന്ന് നമസ്കരിച്ചു. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. പലരും ഖത്തം തീർത്തു. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഒരാവർത്തി വായിച്ചു തീർത്തു. അതുപോലെ തന്നെ പല സൂറകളും പഠിച്ചു. ഇത്തരത്തിലൊക്കെയാണ് റമദാനിൽ സത്യവിശ്വാസികൾ ഉണ്ടാവുക. അങ്ങനെയാണ് നമ്മളെക്കുറിച്ച് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ കുറേ ശീലങ്ങൾ നമ്മൾ പഠിച്ചു. ഈ ശീലങ്ങളെല്ലാം ജീവിതത്തിൽ നിലനിർത്തണം. നമ്മൾ ഇത് ഇട്ടെറിഞ്ഞു പോകരുത്. ഫൈന തദ്ഹബൂൻ, ഈ റമദാന് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? നിങ്ങൾ എങ്ങോട്ടാണ് വീണ്ടും അള്ളാഹുവിന്റെ ഈ ദീനിൽ നിന്ന് ഓടി ഒളിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകരുത്. നന്മകളിൽ ഉറച്ചു നിൽക്കണം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അതീഉല്ലാഹ വ അതീഉർ റസൂല, നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ദൂതനെയും അനുസരിക്കുക. വലാ തുബ്തിലു അഅമാലുക്കും, നിങ്ങളെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ബാത്തിലാക്കരുത്. ചെയ്തുപോയ പ്രവർത്തനങ്ങളുടെ മേന്മറിയാതെ ഈ റമദാനിലേക്ക് മാത്രം കൊണ്ടുവന്ന ഒരു പാക്കേജ് പദ്ധതിയാക്കിയിട്ട് നിങ്ങൾ ഇബാദത്തുകളെ കാണരുത്. നമ്മൾ ഇബാദത്തുകളെ കാണരുത്. അത് അള്ളാഹുവിനോട് ചെയ്യുന്ന നീതിയല്ല, അല്ലെങ്കിൽ ദീൻ ആവശ്യപ്പെടുന്നത് അതല്ല. ഇതൊരു പാക്കേജ് പദ്ധതിയല്ല. 29-30 ദിവസത്തേക്ക് വേണ്ടി മുസ്ലിങ്ങൾക്ക് നൽകുന്ന ഒരു ഓഫർ എന്നത് ആ രീതിയിൽ നമ്മൾ കാണരുത്. അതൊരു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു ട്രെയിനിങ് ആണ്. അതുകൊണ്ട് ആ നന്മകളെ നഷ്ടപ്പെടുത്തരുത്. എന്തൊക്കെ നന്മകൾ ഈ റമദാനിൽ നമ്മൾ ശീലിച്ചോ പഠിച്ചോ അതിനെ ഇനിയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഒരുപാട് തിന്മകൾ നമ്മൾ വേണ്ടെന്ന് വെച്ചു. ബോധപൂർവം തിന്മകളിൽ നിന്ന് അകന്നു നിന്ന് നമ്മൾ പരദൂഷണത്തിന്റെ സന്ദർഭം വന്നപ്പോ, കളവ് പറയേണ്ട സന്ദർഭം വന്നപ്പോ, ഏഷണി പറയേണ്ട സന്ദർഭം വന്നപ്പോ, മറ്റുള്ളവരെ പറ്റി കുറ്റം പറയേണ്ട അവസരം വന്നപ്പോ നമ്മൾ പറഞ്ഞു, ഇന്നീ സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്, ഞാനിപ്പോ ആ പരിപാടിക്ക് വരൂല, എനിക്കത് പറ്റൂല. മൊബൈലിൽ 24 മണിക്കൂറും ചിരട്ടിക്കൊണ്ടിരുന്ന ആളുകൾ ബോധപൂർവം മൊബൈലിനെ ഒരളവോളം മാറ്റിവെച്ചു. ഇനി കാണുമ്പോ തന്നെ നമ്മളത് കാണാൻ പാടില്ലാത്തതാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഡൈവേർട്ട് ചെയ്തു വിട്ടു. അതൊരു ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതൊരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ മാസത്തിൽ എനിക്കത് പാടില്ല, ഞാൻ അങ്ങനെ ചെയ്താൽ എന്റെ നോമ്പ് ഫസാദാകും. മോശമായ പ്രവർത്തനവും മോശമായ വാക്കും ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന് പിന്നെ അവൻ വെള്ളം കുടിക്കണ്ടെന്നോ ഭക്ഷണം കഴിക്കണ്ടെന്നോ യാതൊരു നിബന്ധനയുമില്ല എന്നൊരു1000 തവണ നമ്മൾ കേട്ടത് കൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ തിന്മകളിലേക്ക് റമദാനിന് ശേഷം വീണ്ടും നമ്മൾ വരരുത്. നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. നോമ്പിന്റെ വരിനാണ്, അള്ളാഹുവിന് ചെയ്യുന്ന നോമ്പിന്റെ വരിനാണ് നാവിനെ സൂക്ഷിക്കല്. സൂറത്ത് മറിയമില് അള്ളാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവി ചെയ്ത ഒരു നോമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഞാൻ അള്ളാഹുവിന് നോമ്പ് നേർച്ചയാക്കിയിരിക്കുന്നു. എന്താണ് ആ നോമ്പ്? ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, മനുഷ്യന്മാരോട് ഇത്ര ദിവസം ഞാൻ മിണ്ടാതിരിക്കും. അത് നോമ്പാണ്. നമുക്കറിയാം, ഈ നാവ് എന്ന് പറയുന്ന സാധനത്തെ അള്ളാഹു എത്ര ബന്ദവസ്തിലാണ് വെച്ചിട്ടുള്ളത്. നല്ല നിരനിരയായ ലക്ഷണമൊത്ത പല്ലുകൾ, കഠിനമായ കടിച്ചു പിടിക്കാൻ പറ്റുന്ന പല്ലുകൾ അതിന് കാവൽ നിർത്തിയിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു ചുണ്ടിനെ വെച്ചിട്ടുണ്ട്. എന്തിനാണിത്? ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മള് ആവശ്യത്തിന് മാത്രമേ അത് പുറത്തെടുക്കാൻ പാടുള്ളൂ, അനാവശ്യത്തിന് പുറത്തെടുക്കരുത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 2 അവയവങ്ങളെ കുറിച്ച് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരിക, ഞാൻ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് തരാം. അതിലൊന്ന് നാവാണ്, രണ്ടാമത്തേത് ഗുഹ്യസ്ഥാനമാണ്. ഈ 2 സംഗതികൾ നമുക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിഞ്ഞാൽ അതിനെ ഞാൻ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ ഉപയോഗിക്കുകയില്ല എന്ന് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിഞ്ഞാൽ സ്വർഗം നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ ഉറപ്പ് തരുന്ന അത്രയും വിലപ്പെട്ട ഒരു സംഗതിയാണ് നാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ നാവിനെ ഈ റമദാൻ മാസത്തിൽ നമ്മൾ അടക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയും അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ആത്മാവിനെ വിരുന്നൂട്ടുന്ന ഒരുപാട് കർമ്മങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടു. തസ്ബീഹുകളും തഹ്ലീലുകളും തഹ്മീദുകളുമായി, അള്ളാഹുവിന്റെ ഖുർആനിന്റെ തിലാവത്തുമായി, ഇഅ്തികാഫുമായി, ഇങ്ങനെ പടച്ചതമ്പുരാന്റെ ഈ മാസത്തിൽ ആരാധനകൾ കൊണ്ട് നമ്മുടെ ആത്മാവിനെ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ, ആരാണോ സ്വന്തം ആത്മാവിനെ ശുദ്ധീകരിക്കുന്നവൻ അവനാണ് വിജയിച്ചവൻ എന്ന പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആത്മാവിനെ അങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ 28 ദിവസം അല്ലെങ്കിൽ 29 ദിവസം. ആ കഴുകിക്കളഞ്ഞ, കറകളഞ്ഞ, കളങ്കമില്ലാത്ത റബ്ബിനെ മുമ്പിൽ തലകുനിക്കുന്ന, അവന്റെ മുമ്പിൽ മാത്രം തലകുനിക്കുന്ന ഈ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു നമ്മൾ ഈ ദിവസങ്ങളിൽ മുഴുവൻ. അതുകൊണ്ട് ആ ആത്മാവിനെ വീണ്ടും മലീമസമാക്കരുത്.
വഖദ് ഖാബ മൻ ദസ്സാഹ, ആ ആത്മാവിനെ മലിനപ്പെടുത്തിയവൻ നഷ്ടകാരികളിലാണ് എന്ന് ഖുർആൻ പറഞ്ഞ വീണ്ടും അതേ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു പോകരുത് സഹോദരന്മാരെ. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. അല്ലദീന യദ്കുറൂന അല്ലാഹ, അവർ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഖിയാമൻ വഖുഊദൻ, ഇരുന്നും നിന്നും, വഅലാ ജുനൂബിഹിം, കിടന്ന അവസ്ഥയിലും കിടക്കുന്ന അവസ്ഥയിലാണെങ്കിലും ശരി, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തവണ്ണം അവശനായി കിടക്കുന്ന അവസ്ഥയിൽ പോലും അവർ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കും. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവർ പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില, ഇതൊന്നും പടച്ചവനെ നീ വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്. ഇவ்விதം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഇவ்விதം ഞങ്ങളെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിനെയും വെക്കേണ്ട അളവിൽ വെച്ച് അതിനെ പരിപാലിക്കുന്ന റബ്ബേ, സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണമെന്ന് ചുണ്ടിൽ തത്തിക്കളിക്കുന്ന തസ്ബീഹും തഹ്ലീലുമായി തഹ്മീദും തിലാവത്തുമായി മുന്നോട്ട് പോകുന്നവരാണ് സത്യവിശ്വാസികളെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഒരളവോളം റമദാനിൽ നമുക്കത് സാധ്യമായി. പക്ഷേ റമദാനിന് ശേഷം തസ്ബീഹുകളെ മറക്കുന്ന, തഹ്ലീലുകളെ മറക്കുന്ന, തഹ്മീദുകളെ മറക്കുന്ന മനുഷ്യന്മാരെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകരുത്. നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ ശുക്ർ കാണിക്കേണ്ടതുണ്ട്. രാത്രി നമസ്കാരം ഈ റമദാനിന്റെ രാത്രികളിൽ നമുക്ക് വലിയൊരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. തറാവീഹിന് പുറമെ എല്ലാവരും തറാവീഹ് നമസ്കരിച്ചു. സാധ്യമാകുന്ന എല്ലാവരും തറാവീഹ് നമസ്കരിച്ചു. അതിൽ കണിശത പുലർത്തി. പക്ഷേ തറാവീഹിന് ശേഷം തഹജ്ജുദ് നമസ്കരിച്ചു. നമ്മള് രാത്രി എഴുന്നേറ്റ് 3:30 മണിക്കും 3 മണിക്കും 4 മണിക്കും ഒക്കെ എണീറ്റ് അത്താഴം കഴിക്കുന്നതിന് മുമ്പ് 3 റക്അത്തും 5 റക്അത്തും 7 റക്അത്തും ഒക്കെയായി തഹജ്ജുദ് നമസ്കാരവും അതുപോലെ തന്നെ വിത്ർ നമസ്കാരവും ഒക്കെ നിലനിർത്തിയവരാണ് നമ്മള്. അതിൽ കിട്ടുന്ന ഒരു അനുഭൂതി വല്ലാത്തൊരു അനുഭൂതിയാണ്. അനുഭവിച്ചവർക്കറിയാം. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, സത്യവിശ്വാസികളെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അള്ളാഹ് പഠിപ്പിച്ചത് അവർ പാതിരാവുകളിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്. തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളുകൾക്കറിയാം, ആ സന്ദർഭത്തിൽ അവർക്ക് കിട്ടുന്ന മാനസികമായ ഒരു അനുഭൂതി ലോകത്ത് വേറെ ഒരു സന്ദർഭത്തിലും അവർക്ക് കിട്ടൂല. അവരും അള്ളാഹുവും മാത്രമാകുന്ന, ഞാനും എന്റെ റബ്ബും കൂടി മുനാജാത്ത് നടത്തുന്ന, എന്റെ റബ്ബിലേക്ക് ഞാൻ കയറിപ്പോകുന്ന ഹൃദയ സാന്നിധ്യത്തോടു കൂടി മറ്റാരും ശല്യപ്പെടുത്താതെ എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ കണ്ണീർ പൊഴിക്കുന്ന ഒരു സമയമുണ്ടെങ്കിൽ അത് തഹജ്ജുദിന്റെ സമയമാണ് സഹോദരന്മാരെ. നമ്മുടെ ജീവിതത്തിന്റെ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, അത് മല പോലെ കുന്നുകൂടിയതാകട്ടെ, നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, നമ്മൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. തഹജ്ജുദ് നമസ്കാരം പതിവാക്കി പടച്ചവന്റെ മുമ്പിൽ അതങ്ങ് സമർപ്പിക്കുക. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, ഏറ്റവും വക്കീലായ, ഏറ്റവും സമർപ്പിക്കാൻ പറ്റുന്ന റബ്ബിന്റെ മുമ്പിലാണ് ഞാനിത് സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ആ പടച്ചതമ്പുരാന് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ ഏറ്റെടുക്കാൻ പടച്ചതമ്പുരാൻ തയ്യാറാണ്. ഹഖുൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ സഹായിക്കുക എന്നത് അള്ളാഹുവിന്റെ ബാധ്യതയായി അവൻ വെച്ച സംഗതിയാണ്. അതുകൊണ്ട് തഹജ്ജുദ് നമസ്കാരം റമദാനിൽ നമുക്കൊരു വിഷയമായിട്ടില്ലെങ്കിൽ അതിനുശേഷവും അതൊരു വിഷയമാകൂല. അതിന്റെ മനസാന്നിധ്യവും അതിന്റെ സന്നദ്ധതയുമാണ് പ്രശ്നം. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, ഇബാദുർ റഹ്മാന്റെ പ്രത്യേകത പഠിപ്പിച്ചപ്പോ, അള്ളാഹുവിന്റെ സച്ചരിതരായ ദാസന്മാരുടെ കാരുണ്യവാനായ പടച്ചതമ്പുരാന്റെ ദാസന്മാരെ പഠിപ്പിച്ചപ്പോ അതിന്റെ ഒരു പ്രത്യേകത, വല്ലദീന യബീതൂന ലിറബ്ബിഹിം, അവരവിടെ നിശാവേളകളിൽ റബ്ബിന്റെ മുമ്പിലേക്ക് ചെന്നെടുക്കുന്നവരാണ്. സുജ്ജദൻ വഖിയാമൻ, സുജൂദിലും നിന്ന് നമസ്കരിച്ചുകൊണ്ടുമൊക്കെ അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിലേക്ക് അടുക്കുന്നവരാണ് അവര്. അതുകൊണ്ട് തഹജ്ജുദിനെ നിങ്ങൾ നിത്യമാക്കുക. ഇനി ജീവിതത്തിൽ മരണം വരെ ഞാനത് നിലനിർത്തും എന്ന് പടച്ചതമ്പുരാനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു പ്രതിജ്ഞ എടുക്കുക. അതനുസരിച്ച് മുന്നോട്ട് പോവുക. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ജീവിത ഭദ്രതയ്ക്ക് അള്ളാഹു അത് മാത്രം മതി നമുക്ക്, ബാക്കി പടച്ചതമ്പുരാൻ സലാമത്താക്കി തരും എന്നതിന് അനുഭവ സാക്ഷ്യമുള്ള 100,000 മനുഷ്യര് നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സമ്പത്തിനെ കുറിച്ച കാഴ്ചപ്പാട് മാറ്റി നമ്മൾ റമദാനിൽ നമ്മുടെ സമ്പത്തിനെ കുറിച്ച കാഴ്ചപ്പാട് മാറ്റി. എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു, എന്റെ മുമ്പിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, എന്റെ ഒരുപാട് ആവശ്യങ്ങൾ അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ സദഖ കൊടുത്തു, ഞാൻ സകാത്ത് കൊടുത്തു, എന്റെ മുന്നിൽ വന്ന് കൈ നീട്ടിയവർക്ക് മുഴുവൻ കൊടുത്തു, കൈ നീട്ടാത്തവര് അവര് പ്രയാസം അനുഭവിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ വീടുകളിലേക്ക് ഞാൻ ചെന്നുകൊണ്ടു കൊടുത്തു. ആ ധാരണയിൽ ഈ എന്റെ സമ്പത്തിനെ കുറിച്ച ധാരണ മാറി. ഇത് എനിക്ക് മാത്രം ആസ്വദിക്കാനുള്ളതല്ല,
വയറങ്ങ് വിശന്നപ്പോ പട്ടിണി കിടക്കാൻ തുടങ്ങിയപ്പോ ലോകത്തിന്റെ പട്ടിണിയെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ഭക്ഷണത്തോടുള്ള സമീപനത്തിൽ ഞാൻ മാറ്റം വരുത്തി. മക്കളോട് ഞാൻ പറഞ്ഞു, മക്കളെ പാഴാക്കരുത്, നമുക്ക് ഈ തരുന്ന അള്ളാന്റെ അനുഗ്രഹമാണ്, ഒരു വറ്റുപോലും നിങ്ങൾ പാഴാക്കരുത്. കാരണം ലോകത്തിന്റെ ഒരുപാട് പ്രദേശങ്ങളിൽ ഈ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കൈനീട്ടുന്ന മക്കൾ ജീവിക്കുന്ന ഭൂമിയാണിത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഫലസ്തീനിൽ വീണ്ടും ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ജാഹിലിയ തമ്പുരാക്കന്മാർ. അതിന്റെ ഭാഗമെന്നോണം അവരുടെ ഭക്ഷണം തടസ്സപ്പെട്ടു. ഒരു ട്രക്കും അങ്ങോട്ട് പോകുന്നില്ല. 2-3 ദിവസം മുമ്പ് TV-യിൽ കണ്ട, നമ്മളൊക്കെ ഒരുപക്ഷെ നമ്മുടെ മൊബൈലിൽ വന്ന ഒരു റീൽ ഉണ്ടായിരുന്നു. ഒരു ചെറിയ പെൺകുട്ടി, 8, 10 അല്ലെങ്കിൽ 5, 6 വയസ്സുള്ള ഒരു പെൺകുട്ടി ചുരുട്ടി പിടിച്ചിരിക്കുന്നു, കയ്യിൽ ഒരു ചെറിയ കടലാസ് പൊതി. പത്രക്കാരത് നിവർത്തി നോക്കിയപ്പോ കുറച്ച് പച്ചിലകളാണ്. ആ പച്ചിലകൾ കണ്ടപ്പോ ചോദിച്ചു, നിനക്ക് എന്തിനു വേണ്ടിയാണ് മോളെ ഈ ഇലകള്? അവള് പറഞ്ഞു, ഇതെനിക്ക് ഭക്ഷണത്തിനാണ്. ഞങ്ങൾ വീട്ടിൽ ദിവസങ്ങളോളം ഭക്ഷണം കഴിച്ചിട്ടില്ല. എന്റെ വീട്ടിൽ ആരും ദിവസങ്ങളോളം ഭക്ഷണം കഴിച്ചിട്ടില്ല. റമളാനിലാണ് ഞങ്ങൾ നോമ്പെടുക്കുന്നത്, ഭക്ഷണമില്ലാതെയാണ്. നോമ്പ് തുറക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും കിട്ടാറില്ല. ഞാൻ ഇങ്ങനെ നടന്നപ്പോ ഒരു മരത്തിന്റെ ഇല കുറച്ച് കണ്ടു, ഞാൻ അതിൽ നിന്ന് കുറച്ച് കഴിച്ചു. ബാക്കി എന്റെ അനുജത്തിക്ക് അവൾക്കതൊന്നും കിട്ടാൻ ഒരു സാധ്യതയുമില്ലാത്തത് കൊണ്ട് ഞാൻ എനിക്ക് കിട്ടിയ ഒരു കടലാസ് പൊതിയില് ആ ഇലകൾ കുറച്ച് ചുരുട്ടി വെച്ചതാണെന്ന് പറയുമ്പോ നമ്മൾ അതേ ചിത്രം കണ്ടത് എവിടെയാ? ഷായിബ് അബി ത്വാലിബില് അള്ളാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും ഉപരോധിച്ചപ്പോ അവര് കഴിച്ചിരുന്നു ഇതുപോലെയുള്ള പച്ചിലകള്. നമ്മളെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഈ പാഠം. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കൊടുക്കണം നമ്മൾ. ഓരോ വച്ചും നമ്മളെ മക്കളെ നഷ്ടപ്പെടുത്തുമ്പോ പട്ടിണിയുടെ വിലയും നിലയും അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഈ പാഠം പഠിച്ച മാസമാണ് റമളാൻ. ഈ പാഠത്തിൽ നിന്ന് ഔദാര്യം കാറ്റടിച്ച് വീശുന്നത് പോലെ, അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞത് കാറ്റടിച്ച് വീശുന്നത് പോലെ സദഖ കൊടുത്തിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ റസൂല്? മാശബി ആലി മുഹമ്മദിൻ യൗമൈനി മുതതാബിയൈനി അത്താ ഫാറഖ ദുനിയ. ദുനിയാവെന്ന് വിട്ടുപിരിഞ്ഞു പോണത് വരെ 2 ദിവസം തുടർച്ചയായിട്ട് ഭക്ഷണം കഴിക്കാനില്ലാത്ത അള്ളാഹുവിന്റെ റസൂല് കാറ്റടിക്കുന്നത് പോലെ ദാനം കൊടുത്തിരുന്നെങ്കിൽ നമ്മളൊക്കെ കൊടുങ്കാറ്റ് പോലെ ആവണമെന്നല്ലേ ആ പറഞ്ഞതിനർത്ഥം? എവിടേക്കാണ് ഈ കെട്ടിപ്പൂട്ടി നമ്മൾ വെക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? നാളെ വരും അസ്രായിലെങ്കിൽ ഇതൊക്കെ വേസ്റ്റ് അല്ലേ? എന്താ ബോധം ഇനിയും നമുക്ക് വരാത്തത്? ഇനി എത്ര റമളാനുകൾ വേണം നമുക്കൊന്ന് ബോധം വരാൻ? ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബറിലേക്ക് എത്തുന്നത് വരെ ആ ബോധമില്ലാത്ത മനുഷ്യന്മാരായി നമ്മൾ ജീവിക്കരുത്. അതുകൊണ്ട് വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ, സമ്പത്ത് ചെലവഴിച്ച ആളുകൾ അത് അവർക്ക് ആവശ്യമുള്ളതോടൊപ്പം അവർക്കതിനോട് പ്രിയമുള്ളതോടൊപ്പം തന്നെ യതീമുകൾക്ക് വേണ്ടി, ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടി, മിസ്കീനുകൾക്ക് വേണ്ടി, വഴിയാത്രക്കാർക്ക് വേണ്ടി, ചോദിച്ചു വരുന്നവർക്ക്, അടിമമോചനത്തിനൊക്കെ തന്റെ സമ്പത്ത് ചെലവഴിച്ച ആളുകള് അവർ പെരുകിയ മാസമാണ് റമളാൻ. മുസ്ലിം സമൂഹം ഏറ്റവും കൂടുതൽ ദാനധർമ്മം നൽകുന്ന ഒരു മാസം. അവൻ സമ്പത്ത് ചെലവഴിക്കുന്നു, ഊട്ടുന്നു, ഭക്ഷണം നൽകുന്നു. ആർക്കൊക്കെ? അലാ ഹുബ്ബിഹി, അവനത് വേണം, അവൻ ആവശ്യമുണ്ട്. അതോടൊപ്പം മിസ്കീനൻ വ യതീമൻ വ അസീറ, ദരിദ്രനും അനാഥക്കും അതുപോലെ തന്നെ ബന്ദികളെ മോചിപ്പിക്കുന്നതിനു വേണ്ടി അവർ ഭക്ഷണം നൽകുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഒരു നോമ്പിന്റെ കഥ നമ്മൾ പഠിച്ചില്ലേ പണ്ട് മദ്രസയില്? നോമ്പിന് ബാങ്ക് കൊടുക്കാൻ നേരത്ത് ഒരു കാരക്കച്ചുളയാണ് കയ്യിലുള്ളത്. പക്ഷേ ബാങ്ക് കൊടുക്കുന്നതിന് 2-3 മിനിറ്റ് മുമ്പ് ഒരു ദരിദ്രനായ മനുഷ്യൻ വന്ന്, ദിവസങ്ങളായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, എനിക്ക് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞപ്പോ ബാങ്ക് കൊടുത്താൽ കഴിക്കാൻ കയ്യിലുണ്ടായിരുന്ന കാരക്കച്ചുള വെച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ പുഞ്ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കി, ഒരു സാധനവും കയ്യിലില്ലാതെ അങ്ങ് നോമ്പുകാരനെ ആരിയായി തന്നെ മുന്നോട്ട് പോകുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ചരിത്രം അന്തം വിട്ടു നിന്ന് നമ്മൾ വായിച്ചതാണ്. ഇതൊന്നും കേവലം വായിച്ചു പഠിക്കാൻ മാത്രമുള്ളതല്ല, ഗുണപാഠങ്ങളാണ്, ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട പാഠങ്ങളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊക്കെ നിലനിർത്തണം. നോമ്പ് ഇവിടെ അവസാനിക്കരുത്. അസ്സൗമു ലൻ യൻതഹി, നോമ്പ് അവസാനിക്കുന്നില്ല. ഖുർആൻ എവിടെയും പോകുന്നില്ല. വൽ ഖുർആനു ലൻ യർഹൽ, ഖുർആൻ എവിടെയും യാത്ര പോകുന്നില്ല. പള്ളിവാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്നില്ല. വൽ മസാജിദു ലൻ തുഗ്ലഖ്, പള്ളിവാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്നില്ല. പ്രാർത്ഥനകൾക്ക് ഇനിയും ഉത്തരമുണ്ട്. വൽ ഇസ്തിജാബത്തു ലൻ തതവഖഫ്, ഇസ്തിജാബത്ത് പ്രാർത്ഥനകളുടെ ഉത്തരം നിലക്കുന്നില്ല. കർമ്മങ്ങൾക്ക് ഇനിയും പ്രതിഫലമുണ്ട്. വൽ അജ്റു ലൻ യൻഖതി, അത് മുറിഞ്ഞു പോകുന്നില്ല. പക്ഷേ ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഉബ്ദു റബ്ബക ഹത്താ യഅതീനൽ യഖീൻ, മരണം വന്നെത്തുന്നത് വരെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു മനസ്സോടുകൂടി റമദാനിനെ യാത്രയാക്കാൻ കഴിയുന്നവരെ കുറിച്ചാണ്
അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് റയ്യാൻ കാത്തിരിക്കുന്ന ഒരു വിഭാഗമാണ് അവര്. അല്ലെങ്കിൽ എല്ലാ നന്മകളെയും ശവ്വാലിന്റെ ഉമ്മറപ്പടിയിൽ തച്ചുടച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം വീണ്ടും നമ്മളെ പഴയ തെറ്റിന്റെ ലാവളത്തിലേക്ക്, തെറ്റിന്റെ താവളങ്ങളിലേക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ റമളാനികളാവരുത്, റബ്ബാനികളാണ് ആവേണ്ടത്. റമളാനികളല്ല ആവേണ്ടത്. റമളാനിലേക്ക് മാത്രം പാക്കേജ് ഏറ്റെടുത്ത വിഭാഗമാകരുത്, റബ്ബാനികളാകണം. റബ്ബിന്റെ മുമ്പിൽ എല്ലാ കാലത്തും സുജൂദ് ചെയ്യുന്ന, തലകുനിക്കുന്ന വിഭാഗം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, അതല്ലാത്ത ദീനല്ലാത്ത ഏതെങ്കിലും ഒരു മാർഗം ആരെങ്കിലും തെരഞ്ഞെടുത്താൽ ഫലൻ യുഖ്ബല മിൻഹു, അവരിൽ നിന്നത് സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ പരലോകത്തെ നഷ്ടകാരികളിൽ പെട്ടവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. പിശാചിനെ അടക്കി നിർത്തിയ മാസമായിരുന്നല്ലോ റമളാൻ. വസുഫിദത്ത് ശയാത്തീൻ, പിശാചിനെ ബന്ധനസ്ഥനാക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച മാസം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാസം. ഇതാ ശവ്വാൽ കാത്തിരിക്കുകയാണ്. റമളാനിൽ വല്ലാതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് അവന് ചാൻസ് കിട്ടിയിട്ടില്ല. വന്നപ്പോഴൊക്കെ നമ്മൾ നമസ്കാരത്തിലാണ്, തിലാവത്തിലാണ്, ദിക്റിലാണ്, ഔറാദിലാണ്, നോമ്പുകാരനാണ്. അവൻ പലപ്പോഴും തിരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ശവ്വാലാകുന്നത് നമ്മളെക്കാൾ കാത്തിരിക്കുകയാണ് അവൻ. എന്തിന്? വീണ്ടും നമ്മളെ അടുക്കലേക്ക് വരാൻ. അവൻ റബ്ബിനോട് ചെയ്ത പ്രതിജ്ഞയാണ്. പടച്ചവനെ, നീ എന്നെ വഴി ഈ അവസ്ഥയിലാക്കിയത് കൊണ്ട്, നീ എന്നെ പിഴച്ചവനായി മുദ്ര കുത്തിയത് കൊണ്ട് ലഅഖുദന്നലഹും, അവർക്ക് ഞാൻ തക്കം പാർത്തിരിക്കുകയാണ്, അവരെ ഞാൻ തടഞ്ഞു നിർത്തും. സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ ചൊവ്വായ മാർഗത്തിൽ നിന്ന് ഞാൻ അവരെ തടഞ്ഞു നിർത്തുക തന്നെ ചെയ്യും എന്ന് റബ്ബിനോട് വെല്ലുവിളിച്ചിട്ട് പോന്നവനാണവൻ. അവൻ തക്കം പാർത്തിരിക്കുകയാണ്. അതുകൊണ്ട് പിശാചിനെ പടിക്ക് പുറത്തു നിർത്തണം. ജീവിതത്തിലേക്ക് വീണ്ടും അവനെ നമ്മൾ ഇന്ന ശൈത്താനിലക്കും അതുവും അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകിയതാണ്. അല്ലയോ മനുഷ്യരെ, പിശാച് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. ഫത്തഖിദൂഹു അദുവൻ, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം, അവനെ മിത്രമായി കാണരുത്. ഇന്നമാ യദ്ഉ ഇസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബി സഗീർ, അവൻ അവന്റെ ആളുകളെ നരകത്തിന്റെ ആളുകളാകുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ക്ഷണത്തിന് നിങ്ങൾ ഉത്തരം കൊടുക്കരുത്. അതുകൊണ്ട് പിശാചിന് ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാത്ത മാസമായിരുന്നു റമളാൻ. അതേ രീതിയിൽ തന്നെ നമുക്ക് പിശാചിനെ പടിക്ക് പുറത്തു നിർത്താൻ കഴിയണം. ജീവിതത്തിന്റെ ഉള്ളിലേക്ക് അവൻ ഇനി ഒരു സ്ഥാനം കൊടുക്കരുത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് ഇതാ ജീവിതത്തിൽ കാവൽ ചോദിക്കുന്നു എന്നൊരായിരം തവണ പറഞ്ഞുകൊണ്ട് പടച്ചറബിലേക്ക് ആ മടങ്ങുന്ന സത്യവിശ്വാസികളെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വർഗം പ്രയാസങ്ങൾ കൊണ്ട് പൊതിഞ്ഞ ഒരു സാധനമാണ്. ഹുഫത്തിൽ ജന്നത്തു ബിൽ മക്കാരിം, പ്രയാസം കൊണ്ട് പൊതിഞ്ഞതാണ് സ്വർഗം. വഹുഫത്തിൻ നാർ ബി ഷഹവാത്ത്, ഷഹവാത്തുകൾ കൊണ്ട്, വികാരം കൊണ്ട്, പ്രലോഭനങ്ങൾ കൊണ്ട് പൊതിഞ്ഞതാണ് നരകം. ഇതിലേത് വേണമെന്ന് തീരുമാനിക്കാൻ റമളാനിൽ ഒരു മാസം സമയം തന്നു. നമ്മളത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വർഗത്തിലേക്ക് പോകുന്ന കൂട്ടത്തിൽ, ആ യാത്രാ സംഘത്തിൽ നമ്മൾ ഉണ്ടാകണം. ഇനി രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. റമളാനിന്റെ അവസാനത്തിലാണ് നമ്മളുള്ളത്. ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. റമളാൻ കഴിഞ്ഞ് ശവ്വാലിലേക്ക് മാസപ്പിറവി കണ്ടാൽ നമസ്കാരത്തിന്, ഈദ് നമസ്കാരത്തിന് പോകുന്നതിന്റെ മുമ്പ് അന്ന് വരെ ജനിച്ച എല്ലാ കുട്ടികൾക്കുമടക്കം ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്രി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു. തുഹ്റത്തുൽ ലിസ്വായിം, നോമ്പുകാരന് അവന്റെ നോമ്പിന്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിനുള്ള ഒരു ഫിദിയായിക്കൊണ്ടും ഒരു ശുദ്ധീകരണ പ്രക്രിയയായിക്കൊണ്ടും, മിനൽ ലഗ്വി വറഫസ്, തെറ്റിൽ നിന്നും മോശത്തരങ്ങളിൽ നിന്നുമുള്ള ഒരു ശുദ്ധീകരണമായിക്കൊണ്ടും, വതുഅമത്തുൽ മസാക്കീൻ, അഗതിക്കുള്ള അന്നമായിക്കൊണ്ടും, പ്രയാസപ്പെടുന്നവനുള്ള ഒരു നേരത്തെ ഭക്ഷണം. പെരുന്നാളിന്റെ ദിവസം ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ആ നേരത്തെ ഭക്ഷണത്തിന് വെച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ എനിക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. അങ്ങനെയുള്ള ആളുകളൊന്നും ഇപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാത്തവരുണ്ടാകാം, അവർക്കാണ് ഈ ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അത് നിർബന്ധമായ ഒരു സംഗതിയാണ്. അത് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് കൊടുക്കണം. വമൻ അദാഹ ഖബ്ല സ്വലാത്തി ഫഹിയ സക്കാത്തു മഖ്ബൂല, പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് ഒരാൾ ഫിത്ർ സക്കാത്ത് കൊടുത്താൽ അത് നിർബന്ധമായും അയാളുടെ സ്വീകരിക്കപ്പെടുന്ന സക്കാത്തിൽ പെടും. വമൻ അദാഹ ബഅദ സ്വലാത്ത്, നമസ്കാരം പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് കൊടുക്കുന്നെങ്കിൽ ഫഹിയ സ്വദഖത്തുൻ, അത് സ്വദഖയാണ്. മിന സ്വദഖാത്ത്, അവൻ ചെയ്ത ദാനധർമ്മങ്ങളെ കൂട്ടത്തിലുള്ള ദാനധർമ്മമായിട്ടേ പരിഗണിക്കുള്ളൂ.
അത് മുൻകൂട്ടി തന്നെ ചെയ്യണം. സംഘടിതമായിട്ട് ചെയ്യലാണ് ഇസ്ലാമിന്റെ രീതി. അത്തരം സംവിധാനങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ആ ആളുകളെ ഏൽപ്പിക്കുക, അവരത് കൃത്യമായി ചെയ്തുകൊള്ളും. പല മഹല്ലുകളിലും അൽഹംദുലില്ലാഹ് അത് കൃത്യമായി നിർവഹിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ സംഘടിതമായി ഇസ്ലാമിന്റെ സക്കാത്ത് സംവിധാനത്തിന്റെ മുഴുവൻ രീതി അതാണ്. നമ്മളതൊക്കെ മറന്നുപോയി എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ ഏൽപ്പിക്കുക. ഇനി അത്തരം സംവിധാനങ്ങളില്ലെങ്കിൽ പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പ് ഫിത്ർ സക്കാത്ത് നിർബന്ധമായി നൽകണം. അതുപോലെ തന്നെ പ്രത്യേകതയുള്ള ഒരു സംഗതിയാണ് ഈ പെരുന്നാൾ ദിവസത്തിന് ശേഷം വരുന്ന ശവ്വാലിലെ 6 നോമ്പ് എന്ന് പറയുന്നത്. നബി അയ്യൂബ് അൻസാരി റഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സാമ റമളാന, ആരെങ്കിലും റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുകയും സുമ്മ അത്ബഅഹു സിത്തം മിൻ ശവ്വാൽ, ശവ്വാൽ മാസത്തിൽ നിന്ന് 6 എണ്ണത്തെ അതിനോട് തുടർത്തി നോമ്പെടുക്കുകയും ചെയ്താൽ ഫദാലിക സിയാമുദ്ദഹർ, ഒരു വർഷം മുഴുവൻ നോമ്പെടുത്തതിന് സമമാണ്. അതൊരു വർഷത്തിലുള്ള നോമ്പ് ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പണ്ഡിതന്മാര് 2 അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, തുടർച്ചയായി 6 ദിവസം വേണമെങ്കിൽ നോൽക്കാം. അതല്ലെങ്കിൽ ആ മാസത്തിൽ, ഈ ഹദീസിന്റെ പിൻബലത്തിൽ തന്നെ ആ മാസത്തിൽ 6 നോമ്പ് ഇതിനോട് തുടർത്തിക്കൊണ്ട് നോമ്പെടുക്കാനും സാധ്യതയുണ്ട്. പണ്ഡിതന്മാർ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ 2 സംഗതിയും, ഫിത്ർ സക്കാത്തും അതുപോലെ തന്നെ ശവ്വാലിലെ 6 നോമ്പും നമ്മൾ കൃത്യമായി തന്നെ പാലിക്കുക. ഇൻഷാ അല്ലാഹ് എവിടെയാണോ പെരുന്നാൾ നമസ്കാരമുള്ളത് ആ പെരുന്നാൾ നമസ്കാരത്തിൽ കൃത്യമായി പങ്കെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ അർത്ഥത്തിലും പരിശുദ്ധ ഖുർആനുമായി, ഒറ്റ കാര്യം കൂടി പറയുകയാണ്, പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം റമദാന് കൂടി അവസാനിക്കരുത്. നോമ്പിന്റെ ആയത്തുകൾ പറഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത് അതുമായി ബന്ധപ്പെട്ടതാണ്. സൂറത്തുൽ ബഖറയിലെ 185 വരെ നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് 186-ാമത്തെ ആയത്ത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, അല്ലയോ പ്രവാചകരെ, എന്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ താങ്കൾ അവരോട് പറയണം ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും സമീപസ്ഥനാണ്, അവരോട് ഏറ്റവും അടുത്തവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ, വിളിച്ചു പ്രാർത്ഥിച്ചാൽ, എന്നോട് പ്രാർത്ഥന നടത്തിയാൽ ഞാൻ അവന് ഉത്തരം നൽകും. അതുകൊണ്ട് ഫല്ലസ്തജീബൂലി, എന്റെ വിളിക്കുത്തരം നൽകട്ടെ അവർ, വൽയുഅ്മിനൂ ബി, എന്നിൽ വിശ്വസിക്കട്ടെ, ലഅല്ലഹും യർഷുദൂൻ, അവർ സന്മാർഗചാരികളിൽ പെട്ടേക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, റമളാനിന്റെ അവസാനം പറഞ്ഞു നിർത്തുന്ന ആയത്ത് ഇതാണ്: അള്ളാഹുവിനെ പേടിക്കണം, അവനോട് മാത്രം ചോദിക്കണം, അവന്റെ മുമ്പിൽ മാത്രം തലകുനിക്കണം, മറ്റൊന്നിന്റെ മുമ്പിലും തലകുനിക്കാതിരിക്കാനുള്ള പാഠശാല കൂടിയായിരുന്നു റമളാൻ. അള്ളാഹു ആ റമളാനിനെ അവ്വിധം ഉപയോഗപ്പെടുത്തിയ സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.